അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓസിലേറ്റേഴ്സിന്റെ ബേസിക്സ് കണ്ടു. ബാർഹാസിയൻ ക്രൈറ്റീരിയയുടെ ബേസിക്സ് ഒക്കെ നമ്മൾ കണ്ടു. നമുക്ക് ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് എങ്ങനെ എഴുതാമെന്ന് കൂടെ നോക്കാം. അപ്പോൾ ക്രൈറ്റീരിയൻ ഓഫ് ഓസിലേഷൻസ് നമുക്കിവിടെ നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് കണ്ടീഷൻസ് വിച്ച് ആർ റിക്വയർഡ് ടു ബി സാറ്റിസ്ഫൈഡ് ടു ഓപ്പറേറ്റ് ദ സർക്യൂട്ട് ആസ് ആൻ ഓസിലേറ്റർ ആർ കോൾഡ് ആസ് ബാർഹൗസൻ ക്രൈറ്റീരിയ ഫോർ സസ്റ്റെയിൻ ഓസിലേഷൻസ്. നമ്മൾ നേരത്തെ തന്നെ മുമ്പത്തെ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബാർഹൗസൻ ക്രൈറ്റീരിയ, ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നത്? സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് കിട്ടുന്നത്. So the Barhausen criteria should be satisfied by an amplifier with positive feedback to ensure the sustained oscillations. അപ്പോൾ ഈ ബാർഹാസിയൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ആംപ്ലിഫയർ വിത്ത് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ടാണ് നമ്മൾ ഓസിലേറ്ററിനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം പോരാ, അവിടെ നമ്മൾ ആ ബാർഹാസിയൻ ക്രൈറ്റീരിയ കൂടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടുന്നത്? സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് കിട്ടുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു ഓസിലേറ്റർ ഉണ്ടാക്കി, ഒരു ആംപ്ലിഫയർ വെച്ചു, ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് നമ്മൾ പിന്നെ അഗെയിൻ ഇൻപുട്ട് സെക്ഷനിലേക്ക് കൊടുത്തു. ആ ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തു പറയുന്നത്. സോ അങ്ങനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ ബാർഹൗസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഓസിലേഷൻസ് കിട്ടുന്നത്. So for an oscillator circuit, there is no input voltage. Hence, the feedback signal VF itself should be sufficient to maintain the oscillations. നമ്മൾ രണ്ട് കണ്ടീഷനും കണ്ടു. ആദ്യം നമ്മൾ VIN കൊടുത്തു, അത് കഴിഞ്ഞിട്ട് VIN ഡിസ്കണക്ട് ചെയ്തിട്ടും കണ്ടിരുന്നു മുമ്പത്തെ വീഡിയോയിൽ അല്ലെ? അപ്പൊ ഇവിടെ VIN ഇല്ലെങ്കിലും VIN എടുത്തു മാറ്റി കഴിഞ്ഞാലും ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാലും VF എന്നുള്ള വോൾട്ടേജിൽ മാത്രം നമ്മുടെ ഓസിലേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. So hence the feedback signal VF itself should be sufficient to maintain the oscillations. ഇനി ആ ഒരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന VIN വോൾട്ടേജിന്റെ അതേ ഫേസിൽ തന്നെ ആയിരിക്കണം എന്ത് വരുന്നത്? VF വരേണ്ടത്. എന്ന് വെച്ചാൽ ആംഗിൾ A ബീറ്റ 0 ആയിരിക്കണം. ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവാൻ പാടില്ല. VIനും VFും തമ്മിൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കാൻ പറ്റില്ല. ഫേസ് ഷിഫ്റ്റ് 0 ആയിരിക്കണം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ബാർഹാസിയൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ബാർഹാസിയൻ ക്രൈറ്റീരിയ states that the loop gain is equal to unity in absolute magnitude, that is A beta equal to 1 ആയിരിക്കണം. അതുപോലെ തന്നെ ഫേസ് ഷിഫ്റ്റ് അറൌണ്ട് ദ ലൂപ്പ് ഗെയിൻ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ ആംഗിൾ A ബീറ്റ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 2π. മൾട്ടിപ്പിൾ ഓഫ് 2π എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2πn എന്ന് പറയും. ആംഗിൾ ബീറ്റ A is equal to അല്ലെങ്കിൽ A ബീറ്റ equal to 2πn where n can be 0, 1, 2 anything. അപ്പൊ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ഉത്തരം 0 ആണ് കിട്ടുക. അപ്പൊ 1 കൊടുത്താലും 0 കൊടുത്താലും 2 കൊടുത്താലും ഒക്കെ ആംഗിൾ ബീറ്റയുടെ അവിടെ എന്ത് കിട്ടും? നമുക്ക് 2π ഇവിടെ കിടക്കുന്നുണ്ട്, 0 തന്നെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ബാർഹൗസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്? A ബീറ്റ, ലൂപ്പ് ഗെയിൻ A ബീറ്റ 1 ആയിരിക്കണം. ആംഗിൾ A ബീറ്റ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഓസിലേഷൻസ് കിട്ടും. 3 കണ്ടീഷൻസ് കണ്ടിരുന്നു. ഇഫക്ട് ഓഫ് A ബീറ്റ ഓൺ ഓസിലേഷൻസ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇതെടുക്കാം. ആംഗിൾ A ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വന്നപ്പോൾ നമ്മൾ കണ്ടു അല്ലെ? ഗ്രേറ്റർ ദാൻ 1 വന്നപ്പോൾ നമുക്ക് എന്തായിരുന്നു ഉണ്ടായത്? ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അറൌണ്ട് ദ ലൂപ്പ് ഈസ് 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 അല്ലെങ്കിൽ 360 ആണ് 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിന് അർത്ഥം തന്നെയാണ് അല്ലെ? അപ്പോൾ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 360 ഡിഗ്രി എന്ന് വെച്ചാൽ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവരുത് എന്നുള്ള അർത്ഥത്തിൽ. A ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ then the oscillations are of increasing amplitude making the system unstable. നമ്മുടെ ഓസിലേഷൻസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അൺഡാംഡ് അല്ല, ഇവിടെ ഡാംഡ് ഓസിലേഷൻസ് ആണ് കിട്ടുന്നത്. ഈ ഡാംഡ് ഓസിലേഷൻസിനെ ഈ ഒരു കേസിൽ A ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വരുന്ന ആ ഡാംഡ് ഓസിലേഷൻസിനെ നമുക്ക് ഇങ്ങനെ ഒരു പേരിലും കൂടെ പറയാം. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ദ ഗ്രോയിങ് ഓസിലേഷൻസ്. A ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഓസിലേഷൻസ് ഗ്രോയിങ് ഓസിലേഷൻസ് ആയിരിക്കും. അടുത്തത് A ബീറ്റ ലെസ് ദാൻ 1 ആവുന്ന സമയത്ത് പിന്നെയും നമുക്കറിയാം ഫേസ് ഷിഫ്റ്റ് എന്തായാലും 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി. അതിന്റെ അർത്ഥം ഫേസ് ഷിഫ്റ്റ് ഇല്ല. 0 ഡിഗ്രി അല്ലെങ്കിൽ 360 എന്ന് പറയുമ്പോൾ നോ ഫേസ് ഷിഫ്റ്റ് തന്നെയാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. ആൻഡ് A ബീറ്റ ഇസ് ലെസ് ദാൻ 1 സമയത്തും എന്ത് തന്നെയാണ്? ഡാംഡ് ഓസിലേഷൻസ് തന്നെയാണ് കിട്ടുന്നത് അല്ലെ? ദെൻ ദ ഓസിലേഷൻസ് ആർ ഡാംഡ് വിത്ത് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് മേക്കിംഗ് ദ സിസ്റ്റം അൺസ്റ്റേബിൾ. സിസ്റ്റം അപ്പോഴും സസ്റ്റെയിൻഡ് ആവുന്നില്ല. സോ ഈ ഒരു കണ്ടീഷനിൽ കിട്ടുന്ന വേവ് ഫോംസിനെ ദ കണ്ടീഷൻ ഈസ് കോൾഡ് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഓസിലേഷൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ A ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വരുമ്പോഴും A ബീറ്റ ലെസ് ദാൻ 1 വരുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഡാംഡ് ഓസിലേഷൻസ് ആണ്. A ബീറ്റ ഗ്രേറ്റർ ദാൻ 1 വരുന്ന സമയത്ത് കിട്ടുന്നത് ഗ്രോയിങ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആണെങ്കിൽ A ബീറ്റ ലെസ് ദാൻ 1 വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് ഓസിലേഷൻസ് ആണ്. അപ്പൊ സസ്റ്റെയിൻഡ് ആയിട്ട് ഓസിലേഷൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് ഷിഫ്റ്റ് 0 ഡിഗ്രി ആക്കി വെക്കണം, അല്ലെങ്കിൽ 360 ഡിഗ്രി. രണ്ടും സെയിം തന്നെ, നോ ഫേസ് ഷിഫ്റ്റ് എന്നാണ് അർത്ഥാക്കുന്നത്. A ബീറ്റ ലൂപ്പ് ഗെയിനും എന്താക്കി വെക്കണം? 1 ആക്കി വെക്കണം. സോ വെൻ ദ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് അറൌണ്ട് എ ലൂപ്പ് ഈസ് 0 ഡിഗ്രി ഓർ 360 ഡിഗ്രി ആൻഡ്
A beta is equal to 1, that is loop gain is equal to 1 വന്നു കഴിഞ്ഞാൽ then the oscillations are sustained and constant amplitude, making the system stable. Sustained oscillations കിട്ടും, system അപ്പോൾ stable ആവും. Here the Barkhausen criterion are satisfied, then the circuit works as an oscillator produced sustained oscillations. രണ്ട് കാര്യം സാറ്റിസ്ഫൈ ചെയ്തു അല്ലേ? ഒന്ന് എ ബീറ്റ 1 ആയി, അടുത്തത് ആംഗിൾ എ ബീറ്റ 0 അല്ലെങ്കിൽ 360 ആവണം. ഓക്കെ, ഈ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്ററിന്റെ സിഗ്നലിനെ നമുക്ക് സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് എന്ന് പറയാൻ സാധിക്കും. ദ കണ്ടീഷൻ ഈസ് കോൾഡ് സസ്റ്റെയിൻഡ് ഓസിലേഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ഇഫ് ദ ലൂപ്പ് ഗെയിൻ ഈസ് ഗ്രേറ്റർ ദാൻ 1 ആൻഡ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് ലീഡിംഗ് ടു അൺസ്റ്റേബിൾ ഓസിലേഷൻസ്. ലൂപ്പ് ഗെയിൻ 1നും കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് സിഗ്നൽ ഇങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കും അല്ലെ? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ഇൻക്രീസ് ചെയ്യും, ലീഡിംഗ് ടു damped അല്ലെങ്കിൽ unstable oscillation. If the loop gain is less than 1, the electrical oscillations amplitude will decrease over time and die out. A beta ലെസ് ദാൻ 1 ആണെങ്കിൽ പതുക്കെ ആംപ്ലിറ്റ്യൂഡ് ചെറുതായിട്ട് 0 ആയിട്ട് ഡൈ ഔട്ട് ചെയ്യണ കാണാം. അപ്പോഴും നമുക്ക് കിട്ടുന്നത് ഡാംഡ് ഓസിലേഷൻസ് തന്നെയാണ്. The sustained oscillations are only possible when the loop gain, that is A beta, is equal to 1. അതുപോലെ തന്നെ ആംഗിൾ A beta 0 ആയിട്ടും കൂടി നമ്മളവിടെ കീപ്പ് ചെയ്യണം. For sustained oscillations, the loop gain of the circuit must be equal to 1 and there must be positive feedback with 0 phase shift in the circuit. A beta 1 ആവണം, angle A beta 0 ആവണം. These criteria are known as Barkhausen criteria of the oscillator circuit. ഇതിന്റെ കൂടെ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണോടൊപ്പം നമ്മൾ ഈ ഡയഗ്രാം കൂടി വരയ്ക്കണം. ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സമ്മറിന് അവിടെ 2 പ്ലസ് ചിഹ്നം ഇട്ടിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാർഖൗസൻ ക്രൈറ്റീരിയയുടെ എക്സ്പ്ലനേഷൻ. ഇതാണ് അതിന്റെ ഡയഗ്രാം വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ബാർഖൗസൻ ക്രൈറ്റീരിയ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ടാവും.